സലീം കുമാറിന്റെ ഒരു കമന്റ് ഉണ്ട്, നമ്മൾ എവിടെ പരിപാടി നടത്തിയാലും അപകടമാകൂലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രതിപക്ഷത്തിന് വലിയൊരു അമിളി പറ്റുന്നു. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പലതും അവർക്ക് നേരെ തിരിച്ചടിക്കുന്നു. ഇപ്പൊ മദ്യനയത്തിലായാലും കരിമണൽ ഖനനത്തിലായാലും PM ശ്രീയിലായാലും അവരാദ്യം മറുപടി പറയേണ്ട സ്ഥിതിയുണ്ട് എല്ലാത്തിലും. ഇവിടെ വളരെ നാണം കെട്ട ഒരു പരിപാടിയാണ് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അസംബ്ലിയിൽ ചെയ്തത്. എന്താ കാര്യം? തീർച്ചയായും ജലപീരങ്കി പ്രയോഗിക്കുന്നതിന്റെ ധാർമ്മികതയെ കുറിച്ചൊക്കെ പറയാൻ വളരെ യോഗ്യൻ ആഭ്യന്തര മുഖ്യമന്ത്രി പദം അലങ്കരിച്ച് 10 വർഷം അലങ്കരിച്ചിരുന്ന പിണറായി വിജയനാണ്. ഇത്രയധികം ജലപീരങ്കി പ്രയോഗിച്ച ആളുകളെ അടിച്ചമർത്തിയ മറ്റൊരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. അടിയന്തരാവസ്ഥ ഒഴിവാക്കിയ മാത്രമല്ല 9 മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നതടക്കമുള്ള ക്രൂരതകൾ ചെയ്ത ഒരു സർക്കാരാണ്. പോലീസിന്റെ നിരവധി കസ്റ്റഡി മരണങ്ങൾ, നിരവധി, അതിലൊരു പ്രതി പോലും ശിക്ഷിക്കപ്പെടാതെ പോകുന്നത്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ സമരങ്ങളെ അടിച്ചമർത്തുന്നതിൽ വീട്ടിനകത്ത് കൊണ്ട് മഞ്ഞക്കുറ്റിയിട്ട് ആ മഞ്ഞക്കുറ്റി എൻ്റെ വീട്ടിൽ ഇടരുതെന്ന് പറഞ്ഞ ആളുകളെ അടിച്ച്, സ്ത്രീകളെയും കുട്ടികളടക്കം അടിച്ച് കേരളയിൽ സമരത്തിലട കൊണ്ടുപോയി നമ്മൾ കണ്ടു. ആശാ സമരത്തിനോട് എടുത്ത സമീപനം നമ്മൾ കണ്ടു. ഏതായാലും ഇപ്പോൾ AYF ASF ഇന്നലെ നടത്തിയ സമരം, ആ സമരത്തിനെതിരെ ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കിക്ക് ഉപയോഗിച്ച വെള്ളം ചളിവെള്ളമാണ് എന്നും അത് വലിയ തോതിൽ രോഗം പരത്തുമെന്നും ജലജന്യ രോഗങ്ങൾക്ക് കാരണമാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ മുൻ മുഖ്യമന്ത്രി നിയമസഭയിൽ വരികയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കുപ്പി ഉയർത്തി കാണിക്കുക. നിയമസഭയിലാണെന്ന് ആലോചിക്കണം, വെറുതെ വഴിയിൽ നിന്നിട്ടല്ല, പ്രസംഗവേദിയിലല്ല. കുപ്പി ഉയർത്തി കാണിച്ചിട്ട്, കണ്ടോ ഞങ്ങളുടെ കുട്ടികളുടെ മേലെ അടിച്ചത്, അത് PM ശ്രീ വിഷയത്തിലാണ്, അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല, ASFന്റെ കുട്ടികൾ എന്നേ പറയാം, എന്ന് പറയാൻ പറ്റുള്ളൂ. എന്തായാലും അത് ചളിവെള്ളമാണെന്ന് പറയും. ഇത് വലിയ പ്രശ്നമാക്കി, രോഗം പകരും, ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇന്നലെ അതിന്റെ മുഴുവൻ വീഡിയോയും പുറത്തു വന്നു. എന്താ വീഡിയോ? ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നത് ഇവരെ നേരെ പ്രയോഗിച്ചു കഴിഞ്ഞ് നിലത്ത് കിടക്കുന്ന വെള്ളമാണ് എടുക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് മഴയുടെയും ചളിയുടെയും ഒരു കാലത്ത് വെള്ളം ആരുടെ മേലടിച്ചാലും, വെള്ളം നിലത്ത് വീണാൽ, നമ്മുടെ റോട്ടിൽ വെള്ളം വീണാൽ അവിടെ കുഴിയുണ്ടാവും, അല്ലെങ്കിലും അത് ചളിവെള്ളമാവും, ഒരു സംശയവും വേണ്ട. എന്നിട്ട് ഇത് കൊണ്ടുവരാൻ ഉളുപ്പ് എന്ന് പറയുന്നത്, മുൻ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ എന്തിനാ ഇങ്ങനെ മണ്ടത്തരം കാണിക്കണേ? ആരാ അദ്ദേഹത്തെ വഞ്ചിച്ചത്? എന്തിനാ അദ്ദേഹം ഇതിന് പോയത്? ഇപ്പൊ അത് പറയാൻ പറ്റുമോ? ചളിവെള്ളമാണെന്ന് ഇപ്പം മിണ്ടുന്നുണ്ടോ? എല്ലാ ഹാൻഡിലുകളും നിന്നുപോയല്ലോ, പെട്ടെന്ന് നിന്നുപോയല്ലോ. അല്ലെങ്കിൽ എന്തൊരു ബഹളമായിരുന്നു ഇവിടെ. വളരെ പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം പറയേണ്ട കാര്യം തോന്നുന്നു. പരിശോധിക്കണം. രമേശ് ചെന്നിത്തല പറഞ്ഞു, ഞങ്ങൾ പരിശോധിച്ചോളാം, കുഴപ്പമില്ല, വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത്, വെള്ളം ഇതിനങ്ങനെ സംഭവിച്ചിട്ട് പരിശോധിക്കാം. ഒരു പരിശോധനയും ആവശ്യം വന്നില്ല. കാരണം സത്യമായി തന്നെ പുറത്തു വന്നു. ഈ ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 30 ദിവസമായി ഇനി ഇതിനെതിരെ പറയാനുള്ള കാര്യങ്ങളില്ല. ദിവസേന എന്നോണം ഓരോ പ്രശ്നങ്ങൾ പൊക്കിക്കൊണ്ടിരും. ഞാൻ അതാ പറഞ്ഞ്, പൊക്കിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ ചൂടാറിപ്പോകും. ഒരു പക്ഷേ ഗവൺമെന്റ് തെറ്റുപറ്റിയെങ്കിൽ തിരുത്തണം. പ്രതിപക്ഷത്തിന്റെ ജോലിയാണ് പ്രതിപക്ഷം ഗവൺമെന്റിന്റെ തെറ്റുകൾ കണ്ടെത്തി പറയാനും അത് തിരുത്തിക്കാനും അവർ കഴിയേണ്ടതാണ്. തീർച്ചയായും പ്രതിപക്ഷം മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം, എന്തിന് ഭരണകക്ഷി തന്നെ അത്തരം തിരുത്തലുകൾ പലതും നടന്നിട്ടുണ്ട്, നടക്കും വേണം. അത് ജനാധിപത്യമാണ്. പ്രതിപക്ഷം ആ റോൾ ചെയ്യാം. പക്ഷെ ആ റോളിന് പകരം പ്രതിപക്ഷം ഇപ്പൊ ചെയ്തത് ഒരു നാണം കെട്ട പണിയാണ്. എന്താ അത്? ഈ റോഡിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് കാണിക്കാൻ, അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ക്രെഡിബിലിറ്റി എത്ര താഴ്ത്തിക്കളയും എന്ന് അദ്ദേഹം ആലോചിച്ചു. അദ്ദേഹത്തിന് ഈ വെള്ളം കൊണ്ട് കൊടുത്തവർ അതാലോചിച്ചു. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഇന്ന് ലോകത്തിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ മുഖമെന്താ? ഒരു പ്രതിപക്ഷ നേതാവിന്റെ മുഖമെന്താ? കള്ളത്തരം ചെയ്ത ഒരാളുടെ മുഖമല്ലേ? അങ്ങനെ വരാമോ? അങ്ങനെ വരാൻ പാടില്ലല്ലോ. അദ്ദേഹത്തെ ആരോ പറ്റിച്ചതാണെന്ന് ഞാൻ വിചാരിക്കും. അതുകൊണ്ട് ഇവർക്കിനി വളരെ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവണോ വേണ്ടയോ എന്നുള്ള തർക്കമൊക്കെ വരെ നടക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവരിനി അസംബ്ലി കൊണ്ടുവരുന്ന ഒരു രേഖ പോലും എങ്ങനെയാ വിശ്വസിക്കുക മനുഷ്യര്? അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന് എതിരെ ആഞ്ഞടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അടിക്കുമ്പോൾ പണ്ട് ഒരാൾ പറഞ്ഞതുപോലെ ഒരു വിരൽ അവിടേക്ക് ചൂണ്ടുമ്പോൾ പലപ്പോഴും 4 വിരൽ തങ്ങളുടെ നേരെ ചൂണ്ടുന്നു എന്ന് പറയേണ്ടി വരും. കേരളത്തിൽ ആരോഗ്യരംഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് നല്ല മറുപടി കിട്ടി. എന്ത് ഗംഭീരമായാണ് മുരളീധരൻ മറുപടി പറഞ്ഞത്. ഇവിടെ നിപ്പയുടെ മരുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇല്ലല്ലോ. നിപ്പ വന്നു എന്ന് പറഞ്ഞ് 24 മണിക്കൂർ ഞങ്ങൾ മരുന്ന് കൊടുത്തു. അയ്യോ നിപ്പയുടെ മരുന്നില്ലേ എന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കി. ഇപ്പൊ PM ശ്രീയുടെ കാര്യം പറഞ്ഞു. PM ശ്രീ
മന്ത്രിസഭ പോലും അറിയാതെ രാത്രിക്ക് രാത്രി ഒപ്പിട്ടു. ഇപ്പൊ ശിവൻകുട്ടിയും പിണറായി വിജയൻ അടക്കമുള്ളവർ പറയുന്നത് ഞങ്ങൾ റദ്ദാക്കാൻ വേണ്ടി ഒപ്പിട്ടെന്ന്. റദ്ദാക്കാൻ കത്ത് കൊടുത്തു. സതീശൻ ചോദിച്ച വളരെ കൃത്യമായ ചോദ്യമുണ്ട്. ഇത് റദ്ദാക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ കത്ത് കൊടുത്തു? ഇല്ലല്ലോ. ഇത് തൽക്കാലം കെപ്റ്റ് ഇൻ അബയൻസ്, തൽക്കാലം നിർത്തിവെക്കാൻ ഞങ്ങൾ 4 മന്ത്രിമാർ ചർച്ച ചെയ്തിട്ട് അങ്ങോട്ട് വരാമെന്ന് നവംബറിൽ കൊടുത്തു. മാർച്ച് വരെ ഏതെങ്കിലും മന്ത്രിസഭ സബ് കമ്മിറ്റി വല്ലതും ചർച്ച ചെയ്തോ? ഞങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നൊരു കത്ത് കൊടുത്തോ? കൊടുത്തില്ലല്ലോ. ഞാൻ PM ശ്രീയിൽ നിന്ന് ഈ ഗവൺമെന്റ് 100% പിൻവാങ്ങണം എന്ന് പറയുന്ന ആളാണ്. അതിന് നിയമ പോരാട്ടം നടത്തണം എന്ന് പറയുന്ന ആളാണ്. അതിന്റെ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇത് ഒപ്പിട്ട ആളുകൾ ഇപ്പൊ PM ശ്രീയുടെ കുഴപ്പങ്ങൾ നമ്മളോട് പറയാം. ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ എഴുതിയല്ലോ, കേരളത്തിലെ കുട്ടികളുടെ ഭാവിക്കാണ് PM ശ്രീ ഒപ്പിട്ടതെന്ന്. വി ശിവൻകുട്ടി എന്ന് പറയുന്ന അന്നത്തെ മന്ത്രി ദേശാഭിമാനിയാണ്, നമ്മളത് പത്രമല്ല, പാർട്ടി പത്രമാണ്. എന്ത് കണക്കിലെഴുതി? ഈ ചാനലിലും അസംബ്ലിയിലും വന്നിരുന്ന് PM ശ്രീ ഒപ്പിട്ടെന്നെ ന്യായീകരിച്ചവരില്ലേ പാർട്ടിയുടെ ആളുകൾ? എല്ലാവരും. CPI മാത്രമാണ് ഒരല്പം വിട്ടുനിന്നത്. CPM ആളുകൾ മുഴുവൻ PM ശ്രീ ന്യായീകരിച്ചില്ലേ? ന്യായീകരിച്ച് CPI നിക്കക്കള്ളി രാത്രി ഉറങ്ങാൻ പറ്റാതെ ബഹളം ഉണ്ടാക്കിയതിന്റെ ഫലമാണ് തൽക്കാലം ഒരു കത്ത് കൊടുത്തത്. അപ്പൊ പ്രശ്നം ഇപ്പൊ PM ശ്രീ തിരുത്തണം എന്ന് പറയുമ്പോൾ തിരുത്തണം എന്ന് പറയാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ അതിനു മുമ്പ് ആദ്യം ഞങ്ങൾക്കൊരു മണ്ടത്തരം പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടേ അത് ചെയ്യാൻ. ഇപ്പൊ മദ്യത്തിന്റെ കാര്യത്തിൽ എന്നതുപോലെ PM ശ്രീയുടെ കാര്യത്തിൽ എന്നതുപോലെ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, ഞങ്ങൾക്കൊരു മണ്ടത്തരാണ് പറ്റിയത് എന്ന് പറയണ്ടേ? മണ്ടത്തരം പറ്റിയെന്നു അല്ലെങ്കിൽ ഞങ്ങൾ തലയിൽ മുണ്ടിട്ടാ പോയി. അപ്പൊ തെറ്റാന്ന് അറിയാണ്ട് പോയതല്ല. തെറ്റാന്നറിഞ്ഞിരുന്ന അറിയാതിരുന്നിട്ട് പോവുകയാണെങ്കിൽ പരസ്യമായിട്ട് പറഞ്ഞിട്ട് പോകാലോ. അങ്ങനെയല്ലല്ലോ. CPI അറിയിക്കാതെ പോയി ഒപ്പിട്ടൊരു രേഖ, ഒരു MOU. ഇപ്പൊ അതിന്റെ സാങ്കേതികം അങ്ങനെ ഇങ്ങനെ ഞങ്ങള് ഒന്നും കൊടുത്തിട്ടില്ല. സതീശൻ ചോദിച്ച ഒറ്റ ചോദ്യത്തിന് ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് തിരിച്ചടിക്കുകയാണ്. പ്രതിപക്ഷം ഇങ്ങനെയാണോ മുമ്പോട്ട് പോകേണ്ടത് എന്നവരാലോചിക്കണം. തീർച്ചയായും ഭരണപക്ഷത്തെ വിമർശിക്കാൻ അവകാശമുണ്ട്, വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, പ്രതിപക്ഷത്തിനുമുണ്ട്. പക്ഷേ കുപ്പിവെള്ളം പോലെയുള്ള നമ്പറുകളുമായിട്ട് പോയാൽ ഉള്ള വിശ്വാസ്യത കൂടി നഷ്ടപ്പെടും എന്നാണ് എൻ്റെ നിലപാട്.